ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയതിൻ്റെ അടുത്ത ദിവസം അവിടെ ഒരു സ്ട്രോബെറി ഫാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫാം ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രോബെറി ഫാമിലൊക്കെ ഞാൻ പോകുന്നത് അങ്ങനെ സ്ട്രോബെറി നമ്മൾ മേടിക്കും കടയിൽ നിന്നൊക്കെ. അതിൻ്റെ ഫാം, അവിടുന്ന് നമുക്ക് സ്ട്രോബെറി പിക്ക് ചെയ്യാൻ പറ്റും, ഇതൊന്നും എനിക്കറിയത്തില്ല. ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഞാനിത് ഷെയർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാമായിരിക്കും ഇങ്ങനെ സ്ട്രോബെറിയെക്കുറിച്ചും അതിൻ്റെ ഫാമിനെക്കുറിച്ചും. അതിൽ പോയിട്ടുള്ളവരും ഒക്കെ ഉണ്ടാവും, എന്നാൽ പോയിട്ടില്ലാത്തവരും അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ ഫാമിലേക്ക്. അവിടെ പോയപ്പോഴത്തേല് അവിടെ എൻട്രി നമ്മൾ അതിനുള്ള ടിക്കറ്റ് എടുക്കുമ്പോഴത്തേല് നമ്മൾ ഒരാൾക്ക് അവരോരോ ഇത് തരും, ഓരോ ബാസ്ക്കറ്റ് തരും. അപ്പോൾ ആ ബാസ്ക്കറ്റ് നിറച്ചായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും സ്ട്രോബെറി കേട്ടോ. അപ്പോൾ സ്ട്രോബെറി ഫാമിൻ്റെ അകത്തോട്ട് പോയിട്ട് ഈ സ്ട്രോബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഉദ്ദേശിച്ചിരുന്നത് സ്ട്രോബെറിയൊക്കെ കുറച്ച് വലിയ പ്ലാന്റ് ആയിരിക്കും, ആ പ്ലാന്റിൽ നിന്ന് പറിച്ചെടുക്കണമെന്ന്. ഇപ്പോൾ നോക്കി, ഇത് കണ്ടോ, ഇതാണ് സ്ട്രോബെറി പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇത് ഇങ്ങനെ നമ്മൾ അത് ഇങ്ങനെ അകറ്റി മാറ്റിയൊക്കെ നോക്കണം. അപ്പോഴാണ് ഇതിൻ്റെ അടിയിലോട്ട് സ്ട്രോബെറിയൊക്കെ ഉണ്ടാവും. കണ്ടോ, അതിൻ്റെ ആ താഴ്ഭാഗത്തൊക്കെ സ്ട്രോബെറി നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ അത് ഈ ഒരു സീസണിലേ ഉണ്ടാവുള്ളൂ. സ്ട്രോബെറി പെട്ടെന്ന് ഇതാവും. അതിൻ്റെ ഒരാഴ്ചക്കകത്ത് തന്നെ, മിക്കവാറും ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ സ്ട്രോബെറീസ് പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിൻ്റെ അകത്ത് ഇത് കണ്ടോ, ഇങ്ങനെ അതിൻ്റെ അടിയിൽ നിന്ന് ഈ നല്ല ഒന്നി ഓറഞ്ചിഷ് റെഡ് അല്ലെങ്കിൽ റെഡ് കളറ്, ഇതാണ് നല്ല റൈപ്പൻഡ് ആയിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് സ്റ്റെമ്മ് മേളിലോട്ട് വെച്ചിട്ട് നമ്മളതിനെ പറിച്ചെടുക്കണം. അപ്പോൾ അത് കുറേ നാളത്തേക്ക് കേടാവാണ്ടിരിക്കും. അതിൻ്റെ നേരെ ആ ഫ്രൂട്ട് മാത്രമായിട്ട് പറിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടായി പോകുന്ന അവർ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ മാറ്റി നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് റൈപ്പൻഡ് ആയിട്ടുള്ളതിനെ, അതിൻ്റെ കണ്ടോ, ആ കുറച്ച് ഇത് ഞെട്ട് വെച്ചിട്ട് പൊട്ടിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ഇതെനിക്കൊരു എന്താ പറയുന്നത്, എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, എത്ര പറഞ്ഞറിയിച്ചിരുന്നാലും നമ്മുടെ ആ ഒരു സന്തോഷമുണ്ടല്ലോ. കാരണം ആപ്പിളൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാനും പോയിട്ടുമുണ്ട്. കാശ്മീർ ട്രിപ്പ് നിങ്ങൾ കണ്ടല്ലോ, അവിടെ പോയപ്പോഴും ഈ ആപ്പിള് ആദ്യമായിട്ടായിരുന്നു ഞാൻ ആപ്പിൾ ഫാം കാണുന്നതും ആപ്പിൾ പറിക്കാൻ പറ്റുന്നതും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ സ്ട്രോബെറിയെക്കുറിച്ച് എനിക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് കേൾക്കുന്നതും ഇത് പിക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നതുമൊക്കെ. അപ്പോൾ അതൊരു എന്താ പറയുന്നത്, ഞാൻ ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നു. ഓരോ സ്ട്രോബെറി പറിക്കുമ്പോഴത്തേലും എന്തോ എനിക്ക് എന്താ പറയുന്നത്, നമ്മളൊരു ഡ്രീമിലാണെന്നുള്ള ഒരു തോന്നലിലാണ് ഇപ്പോഴും ഞാൻ. അതിൽ നിന്നൊന്നും ഇതായിട്ടില്ല. അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റ് കണ്ടോ, ഈ ബാസ്ക്കറ്റിലോട്ട് അവർ ആദ്യം നമ്മുടെ അടുത്ത് മാക്സിമം അതിൽ കൊള്ളുന്ന അത്രയും പറിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ ഇത് കണ്ടോ, എന്ത് ഭംഗിയാണെന്നറിയോ, അത് നമുക്ക് നാച്ചുറലായിട്ടുള്ള അത് അപ്പം തന്നെ പറിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല മധുരമാണ് കേട്ടോ. നമുക്ക് കടയിൽ ഇപ്പം നമ്മൾ ലുലുന്നൊക്കെ മേടിക്കും, കണ്ടോ അതിൻ്റെ സൈസ് കണ്ടോ, നല്ല സൈസും ഉണ്ട് സ്ട്രോബെറി. മറ്റേ നമുക്ക് നാട്ടിൽ കിട്ടുന്ന സ്ട്രോബെറി എന്ന് പറയുന്നത് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത്രയും ഫ്രഷ് കിട്ടത്തില്ല. ഇത് നല്ല ഫ്രഷ് സാധനമാണ്. ഇത്രയും വലിപ്പമുള്ളതും ഇത്രയും മധുരമുള്ളതും എനിക്ക് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്ത് കുറേ നാളൊക്കെ വെച്ചിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം. ഇത് ഭയങ്കര സ്വീറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വീറ്റായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമല്ലേ, പിന്നെ നല്ല വലിപ്പവും ഉണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്താണ് ഇത് ഞാൻ ഓരോന്നും പൊട്ടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സാഞ്ചേട്ടനും പൊട്ടിക്കണം എന്നുണ്ടായിരുന്നു. സാഞ്ചേട്ടൻ പൊട്ടിക്കുന്നത് ഞാൻ അധികം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സാഞ്ചേട്ടൻ പറഞ്ഞു, എന്തായാലും തനിക്കല്ലേ ഇതിനോട് ഭയങ്കര താല്പര്യം, അപ്പോൾ താൻ പൊട്ടിക്ക്, ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സാഞ്ചേട്ടൻ വീഡിയോ എടുത്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു സ്ട്രോബെറിയുടെ ആ ഒരു ഫാം.
നമ്മൾ അത് പൊട്ടിക്കും തോറും അവരിങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറിപ്പോകുന്നവർക്ക് അവർ 2 റോസ് നമുക്ക് ഓരോ റോ നമുക്കായിട്ട് തരും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മാക്സിമം പഴുത്തത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. പിന്നെ അവർ നമ്മളിങ്ങനെ കയറ്റി വിടുന്നതിനോടൊപ്പം അവർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്യാം. ഇത് പൊട്ടിക്കാനും പിന്നെ അവർക്ക് വേറെ ആളെ വെക്കേണ്ട ആവശ്യവുമില്ല. ഇത് വരുന്നവർ തന്നെ ഇത് പ്ലക്ക് ചെയ്ത് അവർ കൊണ്ടുപോവുകയും ചെയ്യും. അവർക്കതൊരു എന്താ പറയുന്നത്, അവരുടെ സ്ട്രോബെറി വിറ്റ് പോവുകയും ചെയ്യും. വേറെ പ്ലക്ക് ചെയ്യാനായിട്ട് വേറെ വർക്കേഴ്സിനെ ഒന്നും നിർത്തേണ്ടിയും വരില്ല. അങ്ങനെ ഒരുപാട് പിന്നെ ഈ ഇത് ചെയ്യുന്നവർക്കും മൈൻഡിലായിരുന്നിരുന്നാലും ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി, ഒരു ഭയങ്കര സന്തോഷം ഒക്കെ ഫീൽ ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് ഇപ്പം അന്നിത് കണ്ടിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഇത് കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ അതിനേക്കാൾ സന്തോഷം. അപ്പോൾ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് പേർക്കെങ്കിലും, ഇതിപ്പോൾ വീഡിയോ എത്ര പേര് കാണുമെന്ന് അറിയത്തില്ല, എന്നാലും ആ കാണുന്നവർക്ക് വേണ്ടിയിട്ട് എനിക്കിത് ഇത് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോകളൊക്കെ നിങ്ങളെല്ലാവരും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം അതാണ് എൻ്റെ ഈ ചാനലൊന്ന് ഗ്രോ ചെയ്യാൻ നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ലൈക്കിലൂടെയും സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ അതിൻ്റെ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെന്താ, ഇഷ്ടമില്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്തേക്കുക, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് കണ്ടോ, ആ സ്ട്രോബെറി ഇങ്ങനെ അത് ഞാൻ പൊട്ടിച്ചിട്ട് അതിങ്ങനെ കാണിച്ചു തരിക, നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനത് അങ്ങനെ കാണിച്ചിട്ടെടുക്കുന്നത്. ഇതിൽ 2 ടൈപ്പ് ഉണ്ടായിരുന്നു, ഓറഞ്ച് ഷ്രെഡും ഉണ്ടായിരുന്നു, നല്ല റെഡ് കളറും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഫാമിൽ അവർ വന്നിട്ട് പറഞ്ഞു തരും എങ്ങനെയുള്ള സ്ട്രോബെറീസാണ് നമ്മൾ പറിക്കേണ്ടത്, എത്ര വരെ വലിപ്പമുള്ളത് പറിക്കാം, അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പറിക്കുന്നതിൻ്റെ ആ ഒരു രീതി എല്ലാം അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു. അങ്ങനെ അത് അത് ആദ്യം ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഒരു ബോക്സിൽ നിറച്ചു. വേറെ അവരൊരു കാർട്ടൺ പോലത്തെ ഒരു ചെറിയ ബോക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ബാസ്ക്കറ്റിൽ നമുക്ക് പ്ലക്ക് ചെയ്ത് ഇട്ടിട്ട് പിന്നെ കൊണ്ടുവന്ന് അതിൽ നിറയ്ക്കാം. അപ്പോൾ ഒരെണ്ണം ഫില്ലായി, രണ്ടാമത്തത് ഞാനിങ്ങനെ ഇതാക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ ഈ സ്ട്രോബെറി ഫാമിൽ. അപ്പോൾ ഇത് കണ്ടോ, അത്രയും നല്ല നല്ല വലിപ്പമുള്ളതായിരുന്നു. നല്ല നല്ല മധുരവുമായിരുന്നു. അതാണ് പിന്നെ നമ്മളായിട്ട് ഒരു സാധനം നമ്മളായിട്ട് പോയി പൊട്ടിച്ചുകൊണ്ട് വന്ന് നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നതല്ലല്ലോ. അത് അനുഭവിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. പിന്നെന്താ, പിന്നെ ഇവിടെ ഇപ്പം ഞാൻ വേറെയും ഇങ്ങനെ പോകുന്ന ഓരോ സ്ഥലത്തിൻ്റെയും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. പറ്റാവുന്ന പോലെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ യാത്രയൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ചിലപ്പം രാത്രിയാകുമ്പോഴത്തേലും പലപ്പോഴും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. മീൻസ് എടുക്കാൻ പറ്റാത്തതല്ല, എഡിറ്റ് ചെയ്യാനൊന്നും ചിലപ്പോൾ സമയം കിട്ടുന്നില്ല. അതാണ് 1-2 ദിവസമൊക്കെ ചിലപ്പോൾ വൈകി പോകുന്നത്. എന്നാലും കഴിവതും ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും കേട്ടോ. എല്ലാ ദിവസവും ഇടണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഈ നമ്മളുടെ യാത്രകളുടെ ഇടയിൽ ചില സമയത്തൊന്നും വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം അതിനൊക്കെ കുറച്ച് സമയം വേണം. അതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊക്കെ താമസിച്ച് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക. വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ.
കാരണം നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് ഒത്തിരി മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ. ആ മിസ്റ്റേക്സൊക്കെ എനിക്ക് അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കമൻസിലൂടെയാണ്. അപ്പോൾ പിന്നെ ഒരു കമൻറ്റ് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുമ്പം എനിക്കും ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ച് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തുമല്ല, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എനിക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അല്ലാതെ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കമൻറ്റ് ബോക്സിലൂടെ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് വളരെ ഏറെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാവരും കമൻ്റ് അയക്കുക ചെയ്യുക. പിന്നെ ഇതിപ്പോൾ അതിൻ്റെ ആ ഗാർഡൻ്റെ അകത്തിരുന്നിട്ട് ഫോട്ടോ എടുത്തതാണ്. എന്തായിരുന്നിരുന്നാലും അത് ഒരു വേറിട്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും കഴിയുന്നവർക്കൊക്കെ ഇത് ചെയ്യാൻ ഈ ഇങ്ങനത്തെ ഒരു ഫാം, നമുക്ക് ഇന്ത്യയിൽ ഇത്തരം ഫാംസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും ഇങ്ങനെ പുറത്ത് ആരെങ്കിലുമൊക്കെ US-ലൊക്കെ വരുന്നവർ ഇങ്ങനെയുള്ള ഫാംസൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഇങ്ങനെ ഈ സ്ട്രോബെറി പിക്കിങ്ങിനൊക്കെ പോകട്ടെ. അതൊക്കെ ഒരു മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷവും പീസും ഒരു പോസിറ്റീവ് എനർജിയും ഒരു മോട്ടിവേഷനും ഒക്കെ തരുന്നൊരു അനുഭവമാണ്. അപ്പോൾ സാഞ്ചേട്ടൻ്റെ അധികം വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് ഇത്രേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത് കാണുന്നവരേക്കും ബൈ ബൈ.